നമസ്കാരം. ജില്ലാ വാർത്തകൾ. ശാസ്ത്രലോകത്തെ കണ്ടുപിടുത്തങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ റോബോട്ടും എത്തി. മനുഷ്യന്റെ കായികശേഷിയെ ലഘൂകരിക്കുകയെന്ന ലക്ഷ്യത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ഈ യന്ത്രൻ ഇപ്പോൾ സർവ്വമേഖലയ്ക്കും ഉപകാരിയായിരിക്കുകയാണ്. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിലെത്തിയ യന്ത്രനെ കുറിച്ചുള്ള റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. ടെക്ഫെഡിന്റെ ക്വാഡ് യന്ത്രൻ കോഴിക്കോട്ട്. സന്ദർശനം 2 ദിവസം ശാസ്ത്ര കേന്ദ്രത്തിൽ. ഓപ്പറേഷൻ കുബേര 3ാം അദാലത്ത് കോഴിക്കോട്ട്. കൊള്ളപ്പലിശക്കാർ തട്ടിയെടുത്ത ഭൂമി കേസുകൾക്ക് മുന്തിയ പരിഗണന. മാവൂർ ഗ്രാസിം ഭൂമി സർക്കാർ ഏറ്റെടുത്ത് എയിംസിനായി നൽകണമെന്ന് ചാലിയാർ സംരക്ഷണ സമിതി. വാർത്തകൾ വിശദമായി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സിപിഐഎം മേഖലാ റിപ്പോർട്ടിംഗ് കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ നടന്നു. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ, പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള എന്നീ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ റിപ്പോർട്ടിംഗിൽ പങ്കെടുത്തു. സിപിഐഎം മേഖലാ റിപ്പോർട്ടിംഗ് കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റിയും അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിന്റെ അവതരണമാണ് നടന്നത്. കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ ലോക്കൽ സെക്രട്ടറി മുതൽ മുകളിലോട്ടുള്ള മുതിർന്ന നേതാക്കന്മാരാണ് യോഗത്തിൽ പങ്കെടുത്തത്. സിപിഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ, സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള എന്നിവരും റിപ്പോർട്ടിംഗിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ചിലയിടങ്ങളിലുണ്ടായ വോട്ട് കുറവ് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു. വി ദക്ഷിണാമൂർത്തി, എം ജയരാജൻ, വയനാട് ജില്ലാ സെക്രട്ടറി ശശീന്ദ്രൻ, എം ഷംസീർ, വിജയരാഘവൻ, എം ഭാസ്കരൻ അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു. കൊള്ളപ്പലിശക്കാർ തട്ടിയെടുത്ത ഭൂമി കേസുകൾക്ക് പരിഗണന കൂടുതൽ നൽകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ എ വി ജോർജ്. കോഴിക്കോട് സിറ്റിയിൽ നടന്ന കുബേര അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 269 റെയ്ഡുകളിൽ 10,29,000 രൂപയും 480 ഡോക്യുമെന്റുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ കുബേര 3ാമത് പരാതി അദാലത്ത് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് പരിസരത്ത് നടന്നു. സിറ്റി പോലീസ് കമ്മീഷണർ എ വി ജോർജിന്റെയും നോഡൽ ഓഫീസർ പി എം പ്രദീപ് കുമാറിന്റെയും നേതൃത്വത്തിലാണ് അദാലത്ത് നടന്നത്. കോഴിക്കോട് ജില്ലയിൽ 269 റെയ്ഡുകളാണ് നടത്തിയിട്ടുള്ളത്. ഇതിൽ 81 കേസെടുത്തു. 17 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 10,29,000 രൂപയും 480 ഡോക്യുമെന്ററികളും പിടിച്ചെടുത്തു. കൊള്ളപ്പലിശയിൽപ്പെട്ട് ഭൂമി നഷ്ടപ്പെട്ടവരുടെ പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം പരാതികളിൽ കേസെടുത്ത് ഭൂമി തിരിച്ചുപിടിക്കുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളുവാൻ പോലീസ് ശ്രമിക്കുമെന്ന് പി എം പ്രദീപ് കുമാർ പറഞ്ഞു. കൊള്ളപ്പലിശയുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ പഴയ രീതിയിൽ ഭൂമി നഷ്ടപ്പെട്ട ആൾക്കാർ അവരുടെ കേസുകൾ പ്രത്യേകം നമ്മൾ പരിഗണിക്കും എന്നാണ് പറഞ്ഞത്. അതിന് വേണ്ട കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതിന് ശക്തമായ നടപടി സ്വീകരിക്കാമെന്നാണ് കമ്മീഷൻ പറഞ്ഞത്. അതിനുള്ള വടകര പുതുപ്പണം റൂറൽ SP ഓഫീസിലും പരാതി പരിഹാര അദാലത്ത് നടന്നു. കോഴിക്കോട് റൂറൽ ജില്ലയിലെ 21 പോലീസ് സ്റ്റേഷനിൽ പരിധിയിലുള്ളവർക്ക് പരാതി നൽകാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ തിങ്കളാഴ്ച പുതിയൊരു അതിഥിയെത്തി. സാങ്കേതിക വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ടെക്ഫെഡ് ആണ് ശാസ്ത്ര കേന്ദ്രത്തിൽ ക്വാഡിനത്തിൽപ്പെട്ട യന്ത്രനെ കൊണ്ടുവന്നത്. റോബോട്ടിനൊപ്പം ഇവിടെ പ്രദർശിപ്പിച്ച ഹെലികോപ്റ്ററും ശാസ്ത്ര തൽപരർക്ക് കൗതുകമായി. പാട്ടും നൃത്തവും തൊഴിലെടുക്കലുമെല്ലാം ഇപ്പോൾ മനുഷ്യന്റെ മാത്രം കുത്തകയല്ല. അവ യന്ത്രങ്ങൾക്ക് പതുക്കെ വഴിമാറി തുടങ്ങിയിട്ട് കാലങ്ങളായി. മനുഷ്യനെ പോലെ തലച്ചോറ് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന യന്ത്രമനുഷ്യനെ തേടിയുള്ള അന്വേഷണങ്ങളാവട്ടെ ഇനിയും പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. റോബോട്ടിക് മേഖലയിലെ പരീക്ഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് കേരളത്തിലെ സാങ്കേതിക വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ടെക്ഫെഡ് പുതിയൊരു യന്ത്രമനുഷ്യനെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. പാട്ടുപാടുകയും നൃത്തം വയ്ക്കുകയും ആളുകളോട് സല്ലപിക്കുകയും ചെയ്യുന്ന യന്ത്രൻ. 6 ലക്ഷത്തോളം രൂപ ചെലവിൽ വിദ്യാർത്ഥികൾ രൂപപ്പെടുത്തിയ യന്ത്രമനുഷ്യൻ കാഴ്ചക്കാർക്ക് നന്നെ ബോധിച്ചു. കോർഡിനത്തിൽപ്പെട്ട ഈ റോബോട്ടിനോടൊപ്പം ഒരു പ്രദർശനം കൂടി
ടെക്ഫെഡിന്റെ വകയുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത ഹെലികോപ്റ്ററായിരുന്നു ഇത്. മേഖലാ ശാസ്ത്ര കേന്ദ്രം മുറ്റത്തു നിന്ന് സ്വിച്ച് അമർത്തിയപ്പോൾ ഹെലികോപ്റ്റർ പ്ലാനറ്റേറിയത്തിന്റെ ആകാശം ചുറ്റിപ്പറന്നു. ടെക്ഫെഡ് റോബോട്ടിക് സ്കൂളും മേഖലാ ശാസ്ത്ര കേന്ദ്രവും ചേർന്ന് നടത്തിയ റോബോട്ട് നിർമ്മാണം സംബന്ധിച്ച് 2 ദിവസത്തെ ശില്പശാലയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശില്പശാലയുടെ ഉദ്ഘാടനം കോഴിക്കോട് NEET ഡയറക്ടർ ഡോക്ടർ MP പിള്ള നിർവഹിച്ചു. So, in 1960, this was 1950s. The 1960s, the Japan started making miniaturized technology of planetarium, and they implemented in all their elementary schools. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗം PG മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. ശാസ്ത്രകേന്ദ്രം കോർഡിനേറ്റർ VS രാമചന്ദ്രൻ, MG സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം PK ഫിറോസ്, ജയന്ത് ഗാംഗുലി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മാവൂർ ഗ്രാസിം ഭൂമി സർക്കാർ തിരിച്ചെടുത്ത് എയിംസിനായി നൽകണമെന്ന് ചാലിയാർ സംരക്ഷണ സമിതി. പണ്ട് ഗ്രാസിം കമ്പനി ഉണ്ടായിരുന്ന കാലത്ത് മാവൂർ പ്രദേശത്തെ ജനങ്ങളോട് കാണിച്ച ക്രൂരതയ്ക്കുള്ള പ്രായശ്ചിത്തമായി ഇതിനെ കാണണമെന്നും ചാലിയാർ സംരക്ഷണ സമിതി നേതാക്കൾ പറഞ്ഞു. ആരോഗ്യ സംരക്ഷണ മേഖലയിലെ ഉന്നത കേന്ദ്രമായ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് മാവൂരിൽ ഗ്രാസിം കമ്പനി പ്രവർത്തിച്ചിരുന്ന ക്യാമ്പസിൽ സ്ഥാപിക്കണമെന്ന് ചാലിയാർ സമരസമിതി കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. വെള്ളവും വൈദ്യുതിയും യഥേഷ്ടം ലഭിക്കുന്ന 200 ഏക്കറുള്ള സ്ഥലം കണ്ടെത്താനാണ് കേന്ദ്രം കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ 2 മാനദണ്ഡങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും പരിഗണിക്കുമ്പോൾ അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം മാവൂർ ക്യാമ്പസാണെന്ന് വിലയിരുത്താൻ കഴിയും. മാവൂരിൽ ഗ്രാസിമിന്റെ അധീനതയുള്ള ഭൂമി തിരിച്ചെടുക്കുന്നതിന് കേരള സർക്കാർ നൽകിയ നോട്ടീസിനു മേൽ കമ്പനി അധികൃതർ ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ സ്റ്റേ നേടിയിരിക്കുകയാണ്. വ്യാവസായിക ആവശ്യത്തിനായി പൊതുജനങ്ങളിൽ നിന്ന് അക്വയർ ചെയ്ത് നൽകിയ ഭൂമി പ്രസ്തുത വ്യവസായം നിയമപരമായി പ്രവർത്തനം അവസാനിപ്പിച്ചതിനു ശേഷം അവർ മറ്റ് സംരംഭങ്ങൾ ആരംഭിക്കുന്നില്ലെങ്കിൽ 13 വർഷം കഴിഞ്ഞാൽ കേരള ഗവൺമെന്റിന് യാതൊരുവിധ നോട്ടീസും നൽകാതെ നിയമപരമായി തിരിച്ചുപിടിക്കാനുള്ള ഭരണഘടനാപരവും നിയമപരവുമായുള്ള ഉത്തരവാദിത്തമുണ്ട്. നിയമ നടപടികൾ ത്വരിതഗതിയിലാക്കി ഭൂമിയും ക്യാമ്പസും കേരള ഗവൺമെന്റിന്റെ അധീനതയിൽ വരുത്തുന്നതിനായുള്ള കൂട്ടായ ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത്. അതിനായുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് ജൂലൈ 1 കോഴിക്കോട് ഗാന്ധിഗൃഹത്തിൽ കൺവെൻഷൻ ചേരുവാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ KV ഹമീദ്, PKM ചേക്കു, PT മുഹമ്മദ്, KP ഇക്ബാൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാഷ്ട്രീയത്തിനതീതമായി തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സംഘടനകൾ ശ്രമിക്കണമെന്ന് CPI സംസ്ഥാന കൌൺസിൽ അംഗം TV ബാലൻ. കേരള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ ചിന്തവളപ്പ് ശിക്ഷ സദൻ ഹാളിൽ നടന്നു. CPM സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം TV ബാലൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയത്തിനതീതമായി തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സംഘടനകൾ ശ്രമിക്കണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കക്ഷിരാഷ്ട്രീയ പരിഗണനകൾക്കതീതമായി പണിയെടുക്കുന്നവന്റെ ജീവനക്കാരന്റെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഒരു കലവറയുമില്ലാതെ ഒരു മുഖംമൂടിയുമില്ലാതെ പ്രവർത്തിക്കുന്ന ജോയിന്റ് കൗൺസിൽ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ കേരളത്തിന്റെ സർക്കാർ ജീവനക്കാരുടെ ചരിത്രത്തിൽ നിർണായകമായിട്ടുള്ള ഘട്ടങ്ങളിലെല്ലാം ജീവനക്കാരുടെ പക്ഷത്ത് നിന്ന് അതിന്റെ രാഷ്ട്രീയത്തിന്റെ നിറം നോക്കാതെ ജീവനക്കാരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പടമൊരുക്കിയ ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഘടനയിലാണ് കേരള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ സംസ്ഥാന ട്രഷറർ EJU CA അധ്യക്ഷം വഹിച്ചു. ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി സജീന്ദ്രൻ, ജോയിന്റ് കൌൺസിൽ മുൻ സംസ്ഥാന ചെയർമാൻ അഹമ്മദ് കുട്ടി കുന്നത്ത്, കേരള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് PU പ്രേമദാസൻ, M സുന്ദരം, G അരുൺകുമാർ, സുരേഷ് ബാബു KC എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വാർത്തകളിൽ ഇടവേള. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം
my daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. രാജ്യത്തെ ഔഷധ വിതരണം പൂർണ്ണമായി സർക്കാർ ഏറ്റെടുക്കണമെന്ന് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഔഷധ മേഖലയിലെ അരുതായികൾക്കെതിരെ അസോസിയേഷൻ പ്രവർത്തകർ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. രാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഔഷധ വില വർധന തടയുക, സൗജന്യ മരുന്ന് വിതരണം കാര്യക്ഷമമാക്കുക, മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ പ്രവർത്തകർ കലക്ടറേറ്റ് മാർച്ച് നടത്തിയത്. സർക്കാർ ഔഷധ മേഖലയിൽ നിന്ന് പതുക്കെ പിന്മാറുകയാണെന്നും കുത്തകകൾ ഈ മേഖലയിൽ ചൂടുറപ്പിക്കുകയാണെന്നും അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി. INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. രാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ നടത്തുന്ന സമരം സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു. സൗജന്യമായിട്ടുള്ള മരുന്ന് വിതരണം തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണ്ടമാതിരി നടക്കുന്നില്ല, കാര്യക്ഷമമാക്കണമെന്നുള്ളതാണ് മറ്റൊരാവശ്യം. മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജയൻ കൊറത്ത് അധ്യക്ഷം വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KM. സുനിൽകുമാർ, PC. സന്തോഷ് കുമാർ, K. സുരേഷ് കുമാർ, ശിവരാജൻ, സുകുമാരൻ ചെറുവത്ത്, മെഹമ്മൂദ് മൂടാടി എന്നിവർ സംസാരിച്ചു. അവർക്ക് ഈടാക്കാനുള്ള അനുമതി കൊടുത്തുകൊണ്ട് ഒരു അശാസ്ത്രീയമായിട്ടുള്ള വില നിലവാരം ഈ രാജ്യത്ത് നിലവിൽ വരുത്തി. ഇതിനുള്ള ഉണ്ടാവാനുള്ള കാരണം അശാസ്ത്രീയമായിട്ട്. സാവിത്രി ദേവി സാബു ഓൾ കേരള ജൂനിയർ റാങ്കിംഗ് പ്രൈസ് മണി ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തൽ ജമീല ഉദ്ഘാടനം ചെയ്തു. 28-ന് നടക്കുന്ന സമാപന മത്സരങ്ങൾക്കു ശേഷം മേയർ AK. പ്രേമജം സമ്മാനദാനം നിർവഹിക്കും. 12ാമത് ശ്രീമതി സാവിത്രി ദേവി സാബു മെമ്മോറിയൽ ഓൾ കേരള ജൂനിയർ റാങ്കിംഗ് പ്രൈസ് മണി ബാഡ്മിന്റൺ ടൂർണമെന്റ് ആരംഭിച്ചു. ജൂൺ 28 വരെ കോഴിക്കോട് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ VK. കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുക. അന്തർദേശീയ താരങ്ങളായ JK. മാളവിക, ശ്രുതി KP, ഫറ മേത്തർ, അർജുൻ MR ഉൾപ്പെടെ 450ഓളം കളിക്കാർ ടൂർണമെന്റിൽ പങ്കെടുക്കും. പുതുതായി സജ്ജീകരിച്ച 8 കോർട്ടിൽ 4 ദിവസങ്ങളിലായാണ് മത്സരങ്ങൾ. സബ് ജൂനിയർ തലത്തിൽ അണ്ടർ 11, 13, 15 എന്നീ വിഭാഗത്തിലും ജൂനിയർ തലത്തിൽ അണ്ടർ 17, 19 വിഭാഗത്തിലുമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായാണ് സിംഗിൾസ്, ഡബിൾസ് മത്സരങ്ങളും അണ്ടർ 19 വിഭാഗത്തിൽ മിക്സഡ് ഡബിൾസ് മത്സരങ്ങളുമാണ് ഉണ്ടായിരിക്കുക. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ. മത്തായിയുടെ സാന്നിധ്യത്തിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 28-ന് 6 മണിക്ക് മുഖ്യാതിഥി കോഴിക്കോട് കോർപ്പറേഷൻ മേയർ AK. പ്രേമജം സമ്മാനദാനം നിർവഹിക്കും. അനാഥശാല മാനേജ്മെന്റുകൾക്കായുള്ള സംസ്ഥാനതല ശില്പശാല കോഴിക്കോട് ചാവായൂർ സിജി കോൺഫറൻസ് ഹാളിൽ നടന്നു. അനാഥാലയങ്ങളുടെ നടത്തിപ്പിൽ വന്ന പാളിച്ചകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമെന്ന് ശില്പശാല അഭിപ്രായപ്പെട്ടു. ദ്വിദിന ശില്പശാല പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് മുസ്ലിം ഓർഫനേജസ് കോർഡിനേഷൻ കമ്മിറ്റിയും കേരള സ്റ്റേറ്റ് ഓർഫനേജസ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷനും സംയുക്തമായി കേരളത്തിലെ അനാഥശാല മാനേജ്മെന്റുകൾക്കായി സംസ്ഥാനതല ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചു. ചാവായൂർ സിജി കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ശില്പശാലയിൽ വെൽഫെയർ മാനേജ്മെന്റ്, റീസ്ട്രക്ചർ ആൻഡ് റീഡിസൈനിംഗ്, മെറ്റമോർഫോസിസ് ഓഫ് അഡ്വാൻസ് കെയർ, ഓർഫനേജ് അഡ്മിനിസ്ട്രേഷൻ, ന്യൂ അപ്രോച്ച് തുടങ്ങിയ വിഷയങ്ങളിൽ സാമൂഹ്യനീതി വകുപ്പിലെ ഉദ്യോഗസ്ഥരും പ്രമുഖ പരിശീലകരും ക്ലാസ് എടുത്തു. വളരെ എളുപ്പമാണ് കുട്ടികളെ ശീലിപ്പിക്കാൻ. എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ കുട്ടി ചെയ്യും. അത് 100 പ്രാവശ്യം കാണിച്ചാൽ നമുക്കാണ് പെട്ടെന്ന് പോരടിക്കും. ഞാൻ ഇന്ന് ക്ലാസ്സിൽ തുടങ്ങുമ്പോൾ പറഞ്ഞ ഒരു കഥ ഞാൻ മറന്നുകൊണ്ട് ഇപ്പോൾ വീണ്ടും പറഞ്ഞതായിരുന്നു. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് പോരടിക്കും. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ദ്വിദിന ശില്പശാല ഉദ്ഘാടനം ചെയ്തു. അനാഥാലയങ്ങളുടെ നടത്തിപ്പിൽ വന്ന പാളിച്ചകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമെന്ന് ശില്പശാല അഭിപ്രായപ്പെട്ടു. അമേരിക്കയിലെ സിയാറ്റിൽ, ഇന്തോനേഷ്യയിലെ ജക്കാർത്ത, ഓസ്ട്രിയയിലെ സിഡ്നി എന്നിവിടങ്ങളിൽ ഉപേക്ഷിച്ച മോണോ റെയിൽ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാനുള്ള തിടുക്കത്തിന് പിന്നിൽ വാണിജ്യ താൽപര്യങ്ങൾ മാത്രമാണെന്ന് പദ്ധതിയുടെ ഗുണദോഷങ്ങൾ സംബന്ധിച്ച് സിറ്റിസൺസ് വോയിസ് കോഴിക്കോട് സംഘടിപ്പിച്ച ജനപക്ഷ സംഗമം അഭിപ്രായപ്പെട്ടു. വാഹനത്തിരക്ക് നഗരത്തിൽ നിന്ന് സമീപ പ്രദേശങ്ങളിലേക്ക് മാറ്റാൻ ബൈപ്പാസുകൾ വ്യാപകമാക്കുമ്പോൾ മോണോറെയിൽ പദ്ധതി നഗരത്തിൽ കൂടുതൽ തിരക്ക് വർദ്ധിപ്പിക്കാനാണ് ഉപകരിക്കുക. സിറ്റി ബസ്സുകളുടേതിനേക്കാൾ 1.5 മുതൽ 2 ഇരട്ടി വരെ ചാർജ് വർധനവ് പ്രതീക്ഷിക്കുന്ന സംവിധാനം സാധാരണക്കാർക്ക് സഹായകരമാവില്ല. മോണോറെയിലിന് സ്റ്റോപ്പുകൾ കുറവായതിനാൽ അവിടേക്ക് മറ്റു വാഹനങ്ങൾ പിടിച്ചു പോകേണ്ടി വരും. ഇത് സ്വകാര്യ വാഹനങ്ങളുടെ വർധനയ്ക്കും ഗതാഗതക്കുരുക്കിനുമാണ് വഴിയൊരുക്കുക. പദ്ധതി നടപ്പിലാവുന്നതോടെ 5 വീടുകൾ, 78 കടകൾ എന്നിവ ഇല്ലാതാകും. 249 പേർക്ക് തൊഴിലും നഷ്ടപ്പെടും.
രൂക്ഷമായ വൈദ്യുതി ക്ഷാമം അനുഭവിക്കുന്ന ഇക്കാലത്ത് മോണോറെയിൽ പദ്ധതിക്ക് വൻതോതിൽ വൈദ്യുതി വേണ്ടത് പ്രതിസന്ധി രൂക്ഷമാക്കും. 2041 ആകുമ്പോഴേക്കും 32 മില്യൺ വൈദ്യുതിയാണ് മോണോറെയിലിന് വേണ്ടിവരിക. മെഡിക്കൽ കോളേജ് മുതൽ മീഞ്ചന്ത വരെ 173 മരങ്ങൾ മുറിക്കുമ്പോൾ പകരം വെക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് അപ്രായോഗികമാണ്. ഇപ്പോൾ കണക്കാക്കുന്ന ചെലവായ 1991 കോടിക്ക് പുറമെ 2724 കോടി ഉപകരണങ്ങളുടെ നവീകരണത്തിനും മറ്റും വേണ്ടിവരും. എന്നാൽ കോഴിക്കോട് നഗരത്തിലെ ജനസംഖ്യ കുറഞ്ഞതിനാൽ ഇത്രയും തുക തിരിച്ചു ലഭിക്കാനും പ്രയാസമാണ്. ഇത്രയും നിക്ഷേപ ചിലവുള്ള പദ്ധതിക്ക് പകരം സബർബൻ ട്രെയിൻ, പാത ഇരട്ടിപ്പിക്കൽ, മേൽപ്പാലങ്ങൾ, ലോ ഫ്ലോർ ബസ്സുകൾ എന്നിവ വ്യാപകമാക്കണമെന്നും സംഗമം നിർദ്ദേശിച്ചു. പോൾ മണലിൽ അധ്യക്ഷം വഹിച്ചു. MA ജോൺസൺ, TV രാജൻ, ബാലകൃഷ്ണൻ കണ്ണഞ്ചേരി, ശ്രീവത്സൻ, CP കോയ, IK ബിജു, K ഷാജു, VA രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഇക്കഴിഞ്ഞ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA അനുമോദിച്ചു. ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ജേതാക്കൾക്ക് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ ഉപഹാരങ്ങൾ നൽകി. 2013-14 അധ്യയന വർഷം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും SSLC+2 പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് അവാർഡ് നൽകി PTA അനുമോദിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചില ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്ന കാര്യത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമൂഹം PTAയുടെ മുൻകൈയിൽ നടത്തുന്ന ഇടപെടൽ അക്കാദമിക് രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാനും സഹായിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ 224 വിദ്യാർത്ഥികൾ SSLCക്ക് പരീക്ഷ എഴുതിയിട്ടുണ്ട്. 377 വിദ്യാർത്ഥികൾ +2-ന് പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഈ പരീക്ഷകളിൽ വളരെ ഉയർന്ന ശതമാനം റിസൾട്ട് വിജയ ശതമാനം നേടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ നൽകി. കോർപ്പറേഷൻ വാർഡ് കൌൺസിലർ കിഷൻ ചന്ദ്, റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ M അനിൽകുമാർ, സീനിയർ അസിസ്റ്റന്റ് മീനാകുമാരി, VP അബ്ദുറഹിമാൻ തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു. ഹെഡ് മാസ്റ്റർ KS ഹർഷൻ, പ്രിൻസിപ്പൽ D ശുഭദമ്മ, PTA പ്രസിഡന്റ് NA റസാഖ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. ബേക്കറി ഉൽപ്പന്ന നിർമ്മാണ രംഗത്ത് വൈവിധ്യവൽക്കരണം നടത്തിയാലേ ഈ രംഗത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ബേക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KR ബാലൻ കോഴിക്കോട് പോലീസ് ക്ലബ്ബിൽ നടന്ന ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ ജില്ലാ കൺവെൻഷൻ പോലീസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി KR ബാലൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ബേക്കറി ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണത്തിന് അത്യാധുനിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാൻ ബേക്കറി ഉടമകൾ തയ്യാറാവണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് നമ്മളിവിടെ മലബാറിൽ നോക്കിയാൽ ബിസിനസ് വേണ്ടമായ രൂപത്തിൽ നമ്മൾ മാറ്റങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. മാറ്റങ്ങൾ ചെയ്തവരെല്ലാം ഉണ്ട്. അത് തീർച്ചയായും നമ്മുടെ മലബാർ പ്രദേശത്തെല്ലാം നമ്മുടെ ഷോപ്പുകളായാലും ശരി, നമ്മുടെ വ്യത്യസ്തമായ കാര്യങ്ങളെല്ലാം കാണുന്നത് ഒരു മാറ്റം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് വിജയിക്കാൻ സാധിച്ചില്ല. അപ്പൊ കോഴിക്കോട് സംബന്ധിച്ചോളം ഒരുപക്ഷെ ബേക്കറിക്ക് ഏറ്റവും വലിയ ഒരു അടിസ്ഥാനപരമായ സ്ഥാപനം കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂരെല്ലാം. പക്ഷെ അതിന്റെ പാരമ്പര്യം നമുക്കുണ്ടെങ്കിലും നമ്മൾ വേണ്ട രൂപത്തിൽ അതിലേക്ക് എത്ര വിജയിച്ചോ എന്നുള്ളത് ശരിക്കും നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോ ജില്ലാ പ്രസിഡന്റ് MP രമേശ് അധ്യക്ഷം വഹിച്ചു. O വേലായുധൻ, IK ജുനൈസ്, MK അശോകൻ, AK ഫൗസീർ, V ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് MP രമേശ്, സെക്രട്ടറി AK ജുനൈസ്, ട്രഷറർ KM അശോകൻ എന്നിവരെ തെരഞ്ഞെടുത്തു. അസംഘടിത മേഖലയെ സംഘടിതമാക്കാനുള്ള ശ്രമം തുടങ്ങിയതായി INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം കോഴിക്കോട് നൽകിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം.
അസംഘടിത മേഖലയെ സംഘടിത മേഖലയാക്കാനുള്ള ശ്രമം ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ തുടങ്ങിയെന്നും ഇതിന്റെ പ്രയോജനം ഇന്ത്യയിലെ 95% വരെ അസംഘടിത വിഭാഗത്തിന് ലഭിക്കുമെന്നും INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു. സ്ഥിര വരുമാനവും ക്ഷേമ ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്ന പദ്ധതി അസംഘടിത മേഖലയിൽ നടപ്പിലാക്കുമെന്നും അതിന് എല്ലാ സഹായങ്ങളും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഭരണസമിതിയിൽ അംഗമായ ശേഷം കോഴിക്കോടെത്തിയ ചന്ദ്രശേഖരൻ INTUC ജില്ലാ കമ്മിറ്റി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു. തൊഴിലാളികൾക്ക് പകരം തൊഴിൽ നൽകിയ ശേഷം കേരളത്തിലെ ബാറുകളെല്ലാം അടച്ചുപൂട്ടിക്കൊള്ളട്ടെ. തൊഴിലാളികളെ തൊഴിൽ രഹിതരാക്കുന്ന VM സുധീരന്റെ നിലപാടിനോട് യോജിപ്പില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചേംബർ ഹാളിൽ നടന്ന സ്വീകരണ യോഗം UDF ജില്ലാ ചെയർമാൻ P ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. INTUC ജില്ലാ പ്രസിഡന്റ് M രാജൻ അധ്യക്ഷത വഹിച്ചു. വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളായ KC രാമചന്ദ്രൻ, MP പത്മനാഭൻ, MK ബീരാൻ, VP കുഞ്ഞികൃഷ്ണൻ, K ഗംഗാധരൻ, U പോക്കർ, ബിജു ആന്റണി, KG പങ്കജാക്ഷൻ, MP സൂര്യനാരായണൻ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് MT പത്മ, ഡോക്ടർ PK ചാക്കോ, KV സുബ്രഹ്മണ്യൻ, E നാരായണൻ നായർ, PM അബ്ദുറഹിമാൻ, PM ചന്ദ്രൻ, സുനീഷ് മാമിയിൽ, MP ജനാർദ്ദനൻ, PMA നാസർ, PM നിയാസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ബിസിനസ് വാർത്തകൾ. പുതുപുത്തൻ വസ്ത്രങ്ങളുടെ വിസ്മയകരമായ ശ്രേണിയുമായി കല്യാൺ സിൽക്സിൽ ആടി സെയിൽ ഉത്സവത്തിന് തുടക്കമായി. 100% ഗുണമേന്മ ഉറപ്പുവരുത്തിയ 2014 ഏറ്റവും പുതിയ കളക്ഷനുകളോടെയാണ് ആടി സെയിൽ മാമാങ്കത്തിന് തുടക്കമായത്. മറ്റാർക്കും നൽകാൻ കഴിയാത്ത കുറഞ്ഞ വിലയിൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച വസ്ത്രശേഖരമാണ് ആടി സെയിലിൽ അവതരിപ്പിക്കുന്നത്. സാരികൾ, മെൻസ് വെയർ, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽസ്, ഹോം ഫർണിഷിംഗ് എന്നിവയുടെ പുതിയ ശേഖരം ആടി സെയിലിനായി തയ്യാറാക്കിയിരിക്കുന്നു. കൂടാതെ 50% വരെ വിലക്കിഴിവുള്ള സാരികൾ, മെൻസ് വെയറുകൾ, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗവുമുണ്ട്. സ്വന്തം തറികളിലും പ്രൊഡക്ഷൻ ഹൌസുകളിലും ജന്മമെടുത്ത വസ്ത്രശ്രേണി ആടി സെയിലിലൂടെ മലയാളിക്ക് എത്തിക്കുകയാണ് കല്യാൺ സിൽക്സ്. അത്യാധുനിക സജ്ജീകരണങ്ങളോടെ കിങ്സ് മെൻസ് ബ്യൂട്ടി ക്ലിനിക് നടുവട്ടമാഹിയിൽ പ്രവർത്തനം ആരംഭിച്ചു. നടുവട്ടമാഹിയിൽ പോസ്റ്റ് ഓഫീസിന് സമീപം ആരംഭിച്ച കിങ്സ് മെൻസ് ബ്യൂട്ടി ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ഹിബ ജാസ്മി നിർവഹിച്ചു. PT ഹസൻ കോയ, കൌൺസിലർ PV ഹൈദരലി, കലാസംവിധായകൻ മുരളി ബേപ്പൂർ, TK ഗഫൂർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഹെയർ കട്ടിംഗ്, ബ്ലീച്ച്, ഫേഷ്യൽ, ഫേസ് വാഷ്, ഹെയർ കളറിംഗ്, ബോഡി മസാജ്, ഹെയർ സ്ട്രെയിറ്റനിംഗ്, സ്പെഷ്യൽ മാരേജ് മേക്കപ്പ് എന്നിവയ്ക്കുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജിംഗ് പാർട്ണർ ഹസൻ കോയ PT പറഞ്ഞു. കുട്ടികൾക്ക് പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ഫോറം ഓഫ് റിട്ടയർഡ് ട്രഷറി എംപ്ലോയീസിന്റെ കുടുംബസംഗമവും കൂട്ടായ്മയും ജനറൽ ബോഡി യോഗവും നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് സണ്ണി സോളമൻ അധ്യക്ഷനായ പരിപാടിയിൽ സാമൂഹിക പ്രതിബദ്ധത എന്ന വിഷയത്തിൽ A വേലായുധൻ പ്രബന്ധം അവതരിപ്പിച്ചു. ട്രഷറർ M സുരേന്ദ്രൻ, സെക്രട്ടറി K ബാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ടൂറിസം മേഖലയിലെ സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ട് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ക്രെഡിറ്റ് ലിമിറ്റ് ആരംഭിക്കുന്ന ഡെസ്റ്റിനോ ട്രാവൽ വേൾഡ് 27 രാവിലെ പ്രമുഖ വ്യവസായിയും PK ഗ്രൂപ്പ് ചെയർമാനുമായ PK അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. ദേശീയ അന്തർദേശീയ ടൂർ പാക്കേജുകൾ, മെഡിക്കൽ ടൂറിസം, ഉംറ പാക്കേജുകൾ, ഓവർസീസ് ജോബ് കൺസൾട്ടൻസി കൂടാതെ മറ്റു ട്രാവൽ സേവനങ്ങളും ടെസ്റ്റിനോയിൽ ലഭ്യമാകും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടെക്ഫെഡിന്റെ ക്വാഡ് യന്ത്രൻ കോഴിക്കോട്ട്. സന്ദർശനം 2 ദിവസം ശാസ്ത്രകേന്ദ്രത്തിൽ. ഓപ്പറേഷൻ കുബേര 3ാം അദാലത്ത് കോഴിക്കോട്ട്. കൊള്ളപ്പലിശക്കാർ തട്ടിയെടുത്ത ഭൂമി കേസുകൾക്ക് മുന്തിയ പരിഗണന. മാവൂർ ഗ്രാസിം ഭൂമി സർക്കാർ ഏറ്റെടുത്ത് എയിംസിനായി നൽകണമെന്ന് ചാലിയാർ സംരക്ഷണ സമിതി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ, the one and only television across your district.
Log on www.jillavartagal.com. Independent, impartial, inevitable, straight to the public. Jilla Vartagal, the one and only daily news across your district. Log on www.jillavartagal.com.